രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം എ, ഭാരതീയ വിദ്യാഭവൻ, പെരുന്തുരുത്തി. ടീം ബി, ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ, മരുതൻകുഴി. പേര് പറമോനോ? നവനീത് 9th, ദേവദത്തൻ 9, സ്നേഹ എസ് നായർ 10th, പുണ്യശ്ലോക ബി നായർ 10th. ആദ്യ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: അതിശക്തനായ ബാലിയെ വധിക്കാൻ രാമൻ പ്രാപ്തനാണെന്ന് ബോധ്യപ്പെടാൻ സുഗ്രീവൻ 2 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. 1. ഒരൊറ്റ അസ്ത്രം കൊണ്ട് 7 സാലവൃക്ഷങ്ങളെ മുറിക്കുക. രണ്ടാമത്തെ ആവശ്യം എന്താണ്? എ. ആനയുടെ അസ്ഥികൂടത്തെ എടുത്തെറിയുക. ബി. പോത്തിന്റെ അസ്ഥികൂടം എടുത്തെറിയുക. സി. ഋഷ്യമൂകാചലത്തിൽ വിള്ളലുണ്ടാക്കുക. ഡി. അമ്പിളിമാമനെ പിടിച്ചുകൊണ്ടുവരിക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, പോത്തിന്റെ അസ്ഥികൂടം എടുത്തെറിയുക. ഓപ്ഷൻ ബി, പോത്തിന്റെ അസ്ഥികൂടം എടുത്തെറിയുക. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് 3 പേർ പിതൃസമാനന്മാരാണ്. പിതാവും ഗുരുവും കഴിഞ്ഞുള്ള പിതൃസമാനനായ ആ മൂന്നാമൻ ആരാണ്? എ. മുത്തച്ഛൻ, ബി. ജ്യേഷ്ഠൻ, സി. പിതൃസഹോദരൻ, ഡി. മാതുലൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി ജ്യേഷ്ഠൻ. ബി ജ്യേഷ്ഠൻ. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. 15 വർഷം തുടർച്ചയായി ബാലിയോട് യുദ്ധം ചെയ്ത് 16ാം വർഷം കീഴടങ്ങി മരിച്ച ഗന്ധർവൻ ആരാണ്? എ. ചിത്രാംഗദൻ, ബി. ദുന്ദുവി, സി. ഗോലബൻ, ഡി. ജീമൂതൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, ദുന്ദുബി. ഓപ്ഷൻ ബി, ദുന്ദുബി. ലോക്ക് ചെയ്യണോ? ലോക്ക് ചെയ്തു. ഓപ്ഷൻ ബി, ദുന്ദുബി. എനിവേ നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണോ? ടീം എ ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ചോദ്യം ടീം ബിയോട് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: 15 വർഷം തുടർച്ചയായി ബാലിയോട് യുദ്ധം ചെയ്ത് 16ാം വർഷം കീഴടങ്ങി മരിച്ച ഗന്ധർവൻ ആരാണ്? എ. ചിത്രാംഗദൻ, സി. ഗോലബൻ, ഡി. ജീമൂതൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ചിത്രാംഗദൻ. എ ചിത്രാംഗദൻ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, എനിവേ ഞാൻ ലോക്ക് ചെയ്തു. എ ചിത്രാംഗദൻ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ മോളു? അല്ല, തെറ്റാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ഗോലഭൻ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: സുഗ്രീവനുള്ള സന്ദേശം ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ രാമൻ നിർവചിക്കുന്ന ഉത്കൃഷ്ട പുരുഷൻ എപ്രകാരമുള്ളവനാണ്? എ. വാഗ്ദത്തം ചെയ്ത കാര്യം എത്ര പ്രയാസപ്പെട്ടാലും നടപ്പാക്കുന്നവൻ. ബി. കോപിക്കാത്തവൻ. സി. അന്യരെ അപഹസിക്കാത്തവൻ. ഡി. ശത്രുവിനെ പോലും സ്നേഹിക്കുന്നവൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി കോപിക്കാത്തവൻ. ശരി, ഞാൻ ലോക്ക് ചെയ്യുന്നു. ബി കോപിക്കാത്തവൻ. മോള് പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. ടീം ബി ഉത്തരം പറയാത്തത് കൊണ്ട് ആ ചോദ്യം ആരോട് ചോദിക്കുന്നു? ടീം എയോട് ചോദിക്കുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്: സുഗ്രീവനുള്ള സന്ദേശം ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ രാമൻ നിർവചിക്കുന്ന ഉത്കൃഷ്ട പുരുഷൻ എപ്രകാരം ഉള്ളവനാണ്? എ. വാഗ്ദത്തം ചെയ്ത കാര്യം എത്ര പ്രയാസപ്പെട്ടാലും നടപ്പാക്കുന്നവൻ. സി. അന്യരെ അപഹസിക്കാത്തവൻ. ഡി. ശത്രുവിനെ പോലും സ്നേഹിക്കുന്നവൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതാണ് മോനു?
ഓപ്ഷൻ എ വാഗ്ദത്തം ചെയ്ത കാര്യം എത്ര പ്രയാസപ്പെട്ടായാലും നടപ്പാക്കുന്നവൻ. ഓക്കെ, വാഗ്ദത്തം ചെയ്ത കാര്യം എത്ര പ്രയാസപ്പെട്ടായാലും നടപ്പാക്കുന്നവനാണ് അല്ലേ? നമ്മൾ ലോക്ക് ചെയ്തു. പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 1 മാർക്ക്. ഉത്കൃഷ്ട പുരുഷൻ എന്നുള്ളത് നീതിസാരത്തിലെടുത്താലും ധർമ്മശാസ്ത്രത്തിലെടുത്താലും വേറെ ഏത് ഉപദേശങ്ങളിലെടുത്താലും അവിടെ എല്ലാം ഉത്കൃഷ്ട പുരുഷൻ്റെ ഡെഫിനിഷൻ മാറി 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 വരും. 7 ചോദ്യങ്ങളുടെ ബേസിസിലാണ് ഉത്കൃഷ്ട പുരുഷൻ്റെ ഡെഫിനിഷൻ വരുന്നത്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. മറ്റുള്ളവൻ്റെ ഉപകാരത്തിന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുപകാരം പ്രത്യുപകാരം ചെയ്യുന്നവനാണ് ഉത്കൃഷ്ട പുരുഷനായിട്ട് വരുന്നത്. ശരി. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഹനുമാന്റെ മാതാവാണ് അഞ്ജന. അഞ്ജനയുടെ പിതാവിന്റെ പേരെന്ത്? എ ഗജൻ, ബി ഗവാക്ഷൻ, സി ഋഷഭൻ, ഡി കുഞ്ചരൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഗജൻ. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ലോക്ക് ചെയ്തു. ഓപ്ഷൻ എ ഗജൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എ ഉത്തരം പറഞ്ഞില്ല. അതേ ചോദ്യം ടീം ബിയോട് ചോദിക്കുകയാണ്. ഹനുമാന്റെ മാതാവാണ് അഞ്ജന. അഞ്ജനയുടെ പിതാവിന്റെ പേരെന്ത്? ബി ഗവാക്ഷൻ, സി ഋഷഭൻ, ഡി കുഞ്ചരൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി കുഞ്ചരൻ. ഓപ്ഷൻ ഡി കുഞ്ചരൻ. ലോക്ക് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, ഓപ്ഷൻ ഡി കുഞ്ചരൻ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ, കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. സീതാന്വേഷണ വേളയിൽ ജാമ്പവാൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? എ അംഗദനെ കുറിച്ച്, ബി നീലനെ കുറിച്ച്, സി ബാലിയെ കുറിച്ച്, ഡി ഹനുമാനെ കുറിച്ച്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരെ കുറിച്ചാ മോള് ഇങ്ങനെ പറയണത്? ഡി ഹനുമാനെ കുറിച്ച്. ഡി ഹനുമാനെ കുറിച്ചാണ്. ഓക്കെ, ലോക്ക് ചെയ്തു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അങ്ങനെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം അവസാനിപ്പിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 3 മാർക്കാണ്. ടീം ബി നേടിയിരിക്കുന്നത് 5 മാർക്കാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. നമുക്ക് പരിചയപ്പെടാം. ടീം എ പേര് പറഞ്ഞോളൂ മോളൂ. അതിഥി 8ൽ പഠിക്കുന്നു. അതിഥി 8ൽ പഠിക്കുന്നു. മോളൂ? യുക്ത 8ൽ പഠിക്കുന്നു. യുക്ത 8ൽ. പറയൂ. സ്നേഹ എസ് നായർ 10th. നിങ്ങൾ മാറിയിട്ടില്ലല്ലോ, പറഞ്ഞോളൂ. പുണ്യശ്ലോക ബി നായർ 10th. ടീം എയുടെ ആലാപന കാവ്യം സ്ക്രീനിൽ. ആശ്രമദോഷം വരുത്തിയ ബാലി പോനൃശ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂകമദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കപീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. ശത്രുക്കളെ വധിക്കുന്നതിൽ രാമസുഗ്രീവന്മാർ സഖ്യത്തിലേർപ്പെടുന്നു. രാവണനാൽ അപഹരിക്കപ്പെടവേ സീത പുഷ്പക വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ആഭരണങ്ങൾ സുഗ്രീവൻ രാമന് നൽകുന്നു. തുടർന്ന് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം സുഗ്രീവൻ രാമനെ അറിയിക്കുന്നു. പിന്നീട് ബാലിക്ക് ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കാനാകാത്തതിന്റെ കാരണം പറയുന്നതാണ് പ്രസ്തുത വരികൾ. ഇന്ദ്രപുത്രനും മഹാബലവാനുമായ ബാലിയെ വധിക്കുന്നത് എളുപ്പമല്ലെന്നും ഒരിക്കൽ കിഷ്കിന്ധാപുരിയിലെത്തിയ ദുന്ദുബി എന്ന അസുരനെ വധിച്ച് തല ചവിട്ടിപ്പിടിച്ച് ചുഴറ്റിയെറിഞ്ഞ മാത്രയിൽ ഋഷ്യമൂകാചലത്തിൽ താമസിച്ചിരുന്ന മതംഗമുനിയുടെ ആശ്രമ പരിസരത്ത് ചോര ചിതറി വീണു. തന്റെ ആശ്രമ പരിസരം അശുദ്ധിയായതിൽ കോപിഷ്ഠനായ മുനി ബാലി ഇനി ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ശപിക്കുന്നു. ഇതേ തുടർന്ന് ബാലി ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കാതായി. ഇതിനാലാണ്
തനിക്കും കൂട്ടാളികൾക്കും ഋഷ്യമൂകാചലത്തിൽ സുരക്ഷിതമായി താമസിക്കാനാവുന്നത് എന്ന് സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ ധരിപ്പിക്കുന്നു. Very good. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ചൊല്ലിയത് ഒരു പ്രഭാത എന്താ പറയുക ഒരു മൂഡിലാണ് അല്ലെ, ഒരു ഭൂപാളത്തിൻ്റെ ഒക്കെ ഒരു മൂഡിലാണത് പറഞ്ഞതിൽ ഒരു നല്ലൊരു കഥാപ്രസംഗ ശൈലി, കഥ പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. ആ ഒരു എന്താണ് പ്രദോഷത്തിൻ്റെ ഒരു മൂഡിലാണത് ചൊല്ലിയത്. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നൃശ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കപീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 8 out of 10. ഗോപാലകൃഷ്ണൻ സർ. നന്നായിട്ടുണ്ടോ? 8 മാർക്ക് ഞാൻ തരാം. ഈശ്വർജി. 8 out of 10. ടീം എ നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ, വേല ചെയ്യാമതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സിങ്കലെഴുന്നള്ളുക ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ തന്റെ മന്ത്രിമാരോടൊത്തിരിക്കുമ്പോൾ ആയുധധാരികളും തേജസ്വികളുമായ 2 മുനികുമാരന്മാർ വരുന്നത് കണ്ട് ഭയപ്പെട്ട് മുകളിലേക്ക് പോയി. ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് അവർ ആരാണെന്ന് അന്വേഷിച്ച് ശത്രുവാണെങ്കിൽ കൈകൊണ്ടും മിത്രമാണെങ്കിൽ മുഖത്തെ മന്ദസ്മിതം കൊണ്ടും അടയാളം നൽകാൻ സുഗ്രീവൻ ഹനുമാനെ അയച്ചു. അങ്ങനെ ഹനുമാൻ അവർക്കരികിലെത്തുന്നതാണ് സന്ദർഭം. രാമലക്ഷ്മണന്മാർ ശത്രുക്കളല്ല, മനുഷ്യരൂപം പൂണ്ട ഈശ്വരന്മാരാണെന്നും അവർ രാവണൻ തട്ടിക്കൊണ്ടുപോയ രാമപത്നിയെ അന്വേഷിച്ചലയുകയാണെന്നും മനസ്സിലാക്കിയപ്പോൾ ഹനുമാൻ തന്റെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ജ്യേഷ്ഠനായ ബാലിയെ ഭയന്ന് ഋഷ്യമൂകാചലത്തിൽ അഭയം പ്രാപിച്ച വാനരനായകൻ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ ആണ് താൻ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ഇപ്രകാരം ചൊല്ലി: സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ സഖ്യം ചെയ്യണം, എങ്കിൽ ഇരുവർക്കും ശത്രുക്കളെ നിഗ്രഹിക്കാം. ശ്രീരാമൻ ബാലിയെ വധിക്കണം, സുഗ്രീവൻ സീതയെ കണ്ടുപിടിക്കും. അതിനായി ആവുന്ന പോലെ പരിശ്രമിക്കാമെന്നും ഹനുമാൻ വാക്കുകൊടുക്കുന്നു. ഇക്കാര്യത്തിൽ യോജിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ തന്നോടൊപ്പം എഴുന്നള്ളിയാലും ശ്രീരാമന്റെ ദുഃഖങ്ങളെല്ലാം തീർച്ചയായും ഒഴിഞ്ഞുപോകും. ഒരു രാജാവിനോട് മന്ത്രി എപ്രകാരം ഉത്തരവാദിത്വമുള്ളവനായിരിക്കണമോ അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഹനുമാൻ. ഹനുമാന്റെ സ്വാമി ഭക്തിയും സത്യസന്ധതയും ഈ വരികളിൽ തെളിഞ്ഞു കാണാം. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. മോള് നന്നായി പറഞ്ഞു, നല്ല ബുദ്ധിപരമായിട്ട്. കാരണം ആലോചിച്ച് അവനവൻ്റെ ഒരു സ്പീഡിൽ, പലപ്പോഴും നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ചില പറയാനോ തപ്പിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. തപ്പാതെ വളരെ അവനവൻ്റെ സ്പീഡിൽ ആ ഒരു സ്പീഡ് കുറച്ച് ശുദ്ധമായിട്ട് പറഞ്ഞു, തപ്പാതെ പറഞ്ഞു. മോള് ചൊല്ലിയതിൽ ഒരു ചെറിയൊരു ഇതുണ്ട്, അത് തോന്നിയോ? യുദ്ധം തിരുമന സെങ്കൽ എഴുന്നള്ളുന്നിട്ട് ചൊല്ലിയായിട്ട് തോന്നി എനിക്ക്. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ, വേല ചെയ്യാമതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുക ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുക ഉൾത്താപമെല്ലാം അകലും ദയാനിധി എന്ന് വേണം. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ. ഒരു
ഉത്തമനായ മന്ത്രിയുടെ ലക്ഷണമാണ് എന്ന ഈ വരികളിൽ നിന്ന് താൻ എടുത്തില്ലേ? അതുകൊണ്ട് ഞാൻ 8 മാർക്ക് തന്നെ. നന്നായി പാരായണം ചെയ്തുകൊണ്ടും രാജാവിൻ്റെ മന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ ഹനുമാൻ സ്വാമി സൂചിപ്പിച്ചതും കൊണ്ട് 8 മാർക്ക്. ടീം ബി നേടിയിരിക്കുന്നത് 23 മാർക്കാണ്.
നമുക്ക് പരിചയപ്പെടാം. പേര് പറയൂ. എൻ്റെ പേര് സ്നേഹ, 9th. എൻ്റെ പേര് ഊർമിള, ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് അളകനന്ദ, ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. എൻ്റെ പേര് ഗായത്രി, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി മനു, ഞാൻ 8th പഠിക്കുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ. നന്നായിരുന്നു. നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. നിങ്ങളുടെ ആ ഇടയ്ക്കുള്ള ഫോർമേഷനൊക്കെ ഉള്ളത് നന്നായിരുന്നു. ഒരു സജഷൻ ഉള്ളത്, ഹനുമാൻ്റെയൊക്കെ റിയാക്ഷൻ നന്നായിരുന്നു. ബട്ട് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ ഇപ്പോൾ ചൂടാമണി അത് കൊടുക്കുമ്പോഴുള്ള ആ റിയാക്ഷൻ, അത് ശ്രീരാമൻ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ ഇല്ലേ, സീതയുടെ അത് പിന്നെ ഇത് കൊടുത്ത ആ ഒരു ഇത് കാണുമ്പോൾ സന്തോഷം, അങ്ങ് റിയാക്ഷൻ പലയിടത്തും കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും അല്ലെങ്കിൽ ഒരു മൈം ചെയ്യുന്ന പോലെ ഇരിക്കും മുഖത്ത്. നമുക്ക് ഡാൻസേഴ്സാണ്, മുഖത്ത് പിന്നെ ഭാവങ്ങൾ വരുന്നവരാണ്. അതും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു പൊലിമ വന്നേനെ. ഇതിപ്പോൾ ഹനുമാന് മാത്രമാണ് കുറച്ചൊരു റിയാക്റ്റീവായിട്ട് നടക്കുന്നത്. ബാക്കി എല്ലാവരും കുറച്ച് റിയാക്ഷൻ കൂടെ വന്നാൽ ഗംഭീരമാകുമായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സാർ. ഹനുമാൻ തുടക്കം മുതൽക്ക് അവസാനം വരെ ഒരു കുട്ടി ഹനുമാനെ പോലെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. റിയാക്ഷനും ആക്ഷനും ഒക്കെ മുഖത്ത് ബോഡി ലാംഗ്വേജിലുണ്ടായിരുന്നു. മറ്റേ കുറച്ച് കുറവായിരുന്നോ എന്നൊരു തോന്നൽ. കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ചെറിയ കുട്ടികളെ പോലെ കാണുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കുറവ്. എന്നാലും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഈശ്വജി. വളരെ നന്നായിരുന്നു. ആ ഓവറോൾ ഭംഗി നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ, സാഫ്രനും ബ്ലൂവിൻ്റെ ഒക്കെ അനുമാനം നിങ്ങൾ എല്ലാവരും നന്നായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൈക്രോ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡാൻസ് ഭംഗിയാക്കാൻ നോക്കി എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, കണ്ടു പോകുന്ന രീതി, ആ കാര്യങ്ങളിൽ ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ ഉണ്ട്. ആ മൈക്രോ എക്സ്പ്രഷൻസ് ആണ് ഈ നമ്മളൊരു പെർഫോമൻസിൻ്റെ. ഇപ്പം നിങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കൂടി വന്ന ഒരു മിനിറ്റകം ഞങ്ങളെല്ലാം മറന്നു പോകും. പക്ഷേ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുന്നത്. അപ്പം ഇത്തരം ഈ മൈക്രോ എക്സ്പ്രഷൻസ്, ആ ഫൈനർ ഡീറ്റെയിൽസിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്താൽ നന്നായിരിക്കും. താങ്ക് യു. അപ്പോൾ നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സാർ. 15 മാർക്ക് 20. ഗോപാലകൃഷ്ണൻ സാർ. 15 മാർക്ക്. 15 out of 10. ഭാരതീയ വിദ്യാഭവൻ നേടിയിരിക്കുന്നത് 45 മാർക്ക്. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.